അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിനിമാ നടനും മിമിക്രി താരനുമായ നവാസ് ഇന്നലെ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ പലരും നവാസിനെ കുറിച്ച് പറഞ്ഞത്, ഒരു സിനിമാ നടനല്ലേ, അയാൾ ഏതായാലും നരകത്തിലല്ലേ, അയാൾക്ക് എന്തിനാണ് ദുആ ചെയ്യുന്നത്, അയാളെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെയൊക്കെ വീഡിയോയിലേക്ക് പറയുന്നത്, പല രീതിയിൽ അയാളെക്കുറിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നവാസിനെ ഖബറടക്കുമ്പോൾ അവിടെ കൂടിയ ജനങ്ങൾ, അവരുടെ കൂട്ടത്തിൽ ഒരു ആലിമ മരണപ്പെട്ടപ്പോൾ കൂടുതൽ കൂടുന്നത് ഇവിടെ ആലിമീങ്ങളാണ്. അവർ വരും, ഒരു ഫാത്തിഹ സൂറത്ത് ഓതും, അല്ലേ. സിനിമാ നടന്മാരൊക്കെ വരും, സിനിമാ നടൻ മരിച്ചപ്പോൾ വാർത്ത കേട്ടാൽ. ഇപ്പം ഇന്നലെ നവാസ് മരണപ്പെട്ട ഒരു വാർത്ത വളരെ ചിന്തിപ്പിക്കുന്ന ഒരു മരണം തന്നെയായിരുന്നു. ഇന്നലെ നവാസ് വെള്ളിയാഴ്ച ഷൂട്ടിങ്ങിന് പോയിരുന്നു. അങ്ങനെ തിരിച്ച് മടങ്ങുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ പോയി അവിടെ ഇങ്ങനെ കുളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അവിടുത്തെ റൂം ബോയ് റൂമിലേക്ക് കയറി സമയമായി, ചെക്കൗട്ടിന് സമയമായി പോകുന്നില്ലെന്നിങ്ങനെ നോക്കുന്ന സമയത്താണ് അവിടെ തരയിൽ വീണ്, താഴെ വീണ് ഈ ഇദ്ദേഹത്തിനെ കാണുന്നത്. ഉടനെ വിവരം അറിയിച്ചു. നോക്കുമ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഹൃദയാഘാതം മൂലം മരണപ്പെട്ട വാർത്തയാണ്. നവാസ് എന്ന് പറയുന്ന ആളെ പലർക്കും അറിയാം. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചതുപോലെ ഒരുപാട് മിമിക്രി, ആര് കേട്ടാലും ഒന്ന് ചിരിച്ചു പോകും, ആരെയും ചിരിപ്പിക്കാൻ നല്ല കഴിവുള്ള ഒരാളാണ്. ഇന്നലെ ഇയാളെ മറമാടുമ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് എല്ലാ മഹല്ലത്തിൻ്റെ ഖത്തീബ് ഉസ്താദുമാർ ചില ഉപദേശങ്ങൾ പറയും. എന്നാൽ ഇന്നലെ ഈ നവാസ് ഇദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൻ്റെ സമയം അടുത്തടുത്ത് ഖത്തീബ് പറഞ്ഞ ഒരു വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ മഹല്ലത്ത് ആൽവയിലാണ് ഇദ്ദേഹത്തിൻ്റെ മറമാടുന്നത്. അവിടുത്തെ ഖത്തീബ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അത്ഭുതമാണ്. എല്ലാ നമസ്കാരങ്ങളൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ജുമാക്കൊക്കെ വേഗം പള്ളിയിൽ വരുന്ന ആളായിരുന്നു. ജുമാക്ക് ശേഷമുള്ള ഉപദേശങ്ങളൊക്കെ കൃത്യമായി കേൾക്കുന്ന ആൾ. ഖത്തീബ് ഉസ്താദിനെ ഫോണിൽ വിളിച്ചിട്ട് ഒരു 2 മിനിറ്റോ സംസാരിക്കാൻ വേണ്ടി വിളിച്ച ആൾ ദീനിയായ കാര്യങ്ങൾ ചോദിച്ച് പഠിച്ചും മണിക്കൂറുകളും അരമണിക്കൂർ വരെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. പള്ളിയുടെ ഏത് കാര്യത്തിൽ എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം വളരെ നല്ല നിലയ്ക്ക് സഹകരിക്കുന്ന ഒരാളാണ് എന്ന് പല രീതിയിലാണ്. രാമി നവാസ് ഇദ്ദേഹത്തിനെ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മിമിക്രിയിലൂടെയും അതുപോലെ സിനിമയുള്ള അഭിമാനിച്ച് ഇത്തരത്തിലുള്ള പരിപാടിയിലല്ലാതെ നമുക്ക് പരിചയമില്ല. ഒരാളെക്കുറിച്ച് ഞാൻ ഈ വാട്സപ്പിലൊരു മെസ്സേജ് കണ്ടു. അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ ഒരു കാര്യമായ വിഷയം പറഞ്ഞു. അപ്പോൾ മറ്റൊരാൾ പറയുന്നു അയാളൊരു ലാട്ടുപോട്ടാണ്, അയാളെ വാക്കിലൊന്ന് കണക്കിലെടുക്കേണ്ട എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ ലാട്ടുപോട്ടെന്നോ അവഗണിക്കപ്പെടേണ്ട ആളെന്നോ ഞങ്ങളെങ്ങനെ തീരുമാനിക്കാം? അതിന് എന്ത് അധികാരമാണ് നമുക്കുള്ളത്? ഒരാൾ നല്ല ആളാണോ ചീത്തയാളാണോ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്, അല്ലേ. ഒരാൾ തീരുമാനിച്ചുവല്ലോ, തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തിന് ശിക്ഷയും നൽകി. എന്നാൽ അതിനും അള്ളാഹു പൊരുത്തു കൊടുത്തെന്ന് പറയുമ്പോൾ, ഒരാളെങ്കിൽ പോയി 99 പേരെ കൊന്നാളായിരുന്നു, പോയി ചോദിച്ച് എനിക്ക് മാഫുണ്ടാകുന്നോ? അയാൾ പറഞ്ഞു ലാട്ടുപോട്ട് എനിക്കെന്ത് മാഫാണ്, 100 ആളെ കൊന്നവന് ലാട്ടുപോട്ടെന്ന രീതിയിലാണ് പറഞ്ഞത്. ഇയാൾക്ക് ദേഷ്യം വന്ന് അയാളും കൊന്നു, 100 വൃത്തിയാക്കി, 100 പൂർത്തീകരിച്ചു. ഇത് സ്വഹീഹായ ഹദീസാണ്. ഇതിലോരോ മുസ്ലിങ്ങൾ വിശ്വസിക്കണം തന്നെ ചെയ്യണം. ഇത് മുത്തായ റസൂൽ പറഞ്ഞ ഹദീസാണ്. എന്നാൽ വീണ്ടും അയാൾക്ക് പ്രായശ്ചിത്തം തോന്നുന്നുണ്ട്. അയാൾ വീണ്ടും തൗബ ചെയ്യാൻ വേണ്ടി മറ്റൊരു പണ്ഡിതനെ സമീപിക്കുന്നു. പണ്ഡിതൻ്റെ അരികിൽ പോയി ചോദിക്കുന്നു എനിക്ക് മാഫുണ്ടോന്ന്. പണ്ഡിതൻ പറഞ്ഞു അള്ളാഹു ഗഫൂർ ഗഫാറാണ്, നാം ചെയ്യുന്ന ദോഷങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല, അള്ളാഹു അത്രക്കും മഗ്ഫിറത്ത് വിശാലത ഉള്ളവനാണ്, നിനക്ക് തീർച്ചയായും മാഫുണ്ടാകും. പക്ഷെ ഈ നാട് വിട്ട് ഇന്നൊരു മലഞ്ചെരുവിൽ പോയി നീ തൗബ ചെയ്തു, നിനക്ക് അള്ളാഹു പൊരുത്തു തരുന്ന. അദ്ദേഹം പോയി തൗബ ചെയ്തില്ലല്ലോ, അയാൾ സ്വർഗത്തിലേക്ക് പോയി, തൗബ ചെയ്തതുകൂടിയില്ല. പോകുന്ന വഴിയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെ കാക്കുന്ന മലക്കുകൾ വന്ന് തർക്കം തുടങ്ങി. ഇയാൾ എനിക്കാണ്. കാരണം ഇയാൾ 100 ആളെ കൊന്ന ആളാണ്. നാം നരകത്തിൻ്റെ മലക്ക് പറയുന്ന ന്യായം. സ്വർഗത്തിൻ്റെ മലക്ക് പറയുന്നു അള്ളാഹു ഗഫൂർ ഗഫാറല്ലേ, ഇയാൾ തൗബ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട ആളല്ലേ, ഇയാളെ സ്വർഗത്തിലേക്ക്. അപ്പോൾ ജിബ്രീൽ വന്ന് പറയുന്നു
ഇയാൾ പോകുന്ന സ്ഥലം, അതായത് തൗബ ചെയ്യാൻ പോകുന്ന സ്ഥലം അടുത്താണെങ്കിൽ ഇയാൾ സ്വർഗത്തിലേക്ക്, ദൂരാണെങ്കിൽ നരകത്തിലേക്ക്. അങ്ങനെ അവർ ആ സ്ഥലം ഇങ്ങനെ അളക്കാൻ തുടങ്ങിയ സമയത്ത് ആ നാട്ടിലേക്ക് അടുത്താണ്, അയാൾ പിന്നെ സ്വർഗത്തിലേക്കായി. അള്ളാഹു പറയുകയാണ് ഈ ചരിത്രത്തില്, ആ ഭൂമിയെ ഞാൻ അങ്ങ് ചുരുക്കി കൊടുത്തു, അദ്ദേഹം പോകാനുള്ള സ്ഥലത്ത് ഞാൻ ചുരുക്കി കൊടുത്തു, അയാൾ സ്വർഗാവകാശികളായി. തൗബ ചെയ്തില്ല, ഞാൻ തൗബ ചെയ്യും എന്ന് ഇറങ്ങിപ്പോയ ഒരു 100 പേര് കൊന്ന ആൾക്കാർ. അള്ളാഹു അത്ര വിശാലത ഉള്ളവരാണ്. അള്ളാഹു വിശാലത ഉള്ളവനാണെന്ന് പറഞ്ഞ് തൗബ തിന്മ ചെയ്യലല്ല നാം വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു ജോലി അങ്ങനെയായിപ്പോയി. നമുക്കറിയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം പലയിടത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്ന്, അതായത് നാളത്തെ കാര്യം പറയാൻ പറ്റില്ല, നാളെ ഉണ്ടാകുന്ന അതേപോലെ സംഭവിച്ചല്ലോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബറിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി വെക്കപ്പെട്ടപ്പോൾ ഇത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യമാണ്. കാരണം അദ്ദേഹം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ, അദ്ദേഹത്തിൻ്റെ മിമിക്രി കേൾക്കാൻ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരും. കാരണം നല്ല രസത്തിലോടുകൂടി വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കും അത് കേൾക്കാൻ വേണ്ടി. ഇന്ന് വരണപ്പെട്ട് ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടപ്പോൾ നോക്ക്, ആരുമില്ലല്ലോ അവിടെ, ആരുമില്ലല്ലോ കൂടെ, ഒറ്റക്കാണ് അല്ലേ? അതേ നാം നോക്കണം, ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. നാം ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ എല്ലാവരുമേ നമ്മെ ലൈക്കടിച്ചവരും സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും അല്ലേ, മറ്റുള്ളവരെ അവരുടെ ഒരു പുഞ്ചിരി കാണാൻ വേണ്ടി നാം കാട്ടിക്കൂട്ടുന്ന ചിലതൊക്കെ, അതൊക്കെ മരണപ്പെട്ടാൽ ആരുമുണ്ടാവും, ഒറ്റക്ക് കിടക്കേണ്ടി വരും. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം നാം നശിപ്പിക്കരുത്. നാം ഒരിക്കലും ഇങ്ങനെ പറയരുത്, അയാൾ സിനിമ ഹറാമല്ലേ, സിനിമയിലൂടെ നടിച്ചാളല്ലേ, ഒന്നും പറയരുത്. അർദ്ധരാത്രി അള്ളാഹുവിൻ്റെ മുമ്പിൽ 2 കരങ്ങൾ ഉയർത്തിയിട്ട് അയാൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു. അല്ല, അവിടുത്തെ ഖത്തീബ്, മഹല്ലത്തിൻ്റെ ഖത്തീബ് തന്നെ അയാളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ തന്നെ അത്ഭുതമാണ്. നിസ്കാരത്തിന് നേരത്തെ വരും, അത്ര വലിയ തിരക്കുള്ള ആളാണ്, എന്നിട്ട് നേരത്തെ നിസ്കാരത്തിന് വരും, കൃത്യമായി നിസ്കരിക്കും. ഉദുഹത്തൊക്കെ കൃത്യമായി അദ്ദേഹം കൊടുക്കുന്ന ഉദുഹത്ത് അറുത്താൽ എന്താ പ്രതിഫലം, അതിലൂടെ സഞ്ചരിക്കുന്ന, ഖബറിൻ്റെ അരികിൽ വന്നത് നിൽക്കുന്ന. അള്ളാഹു ആ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തെ വന്നുപോയ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. നാം കഴിവിൻ്റെ പരമാവധി അള്ളാഹുലേക്ക് വേണ്ടി നമ്മുടെ ജീവിതം നയിക്കണം. നോക്കൂ നവാസ് ഖാൻ, അയാൾക്ക് അയാൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ തിരിച്ച് മയ്യത്തായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം വളരെ സന്തോഷത്തോടു കൂടി പോയി. അങ്ങനെ അവിടെ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പിന്നെ തിരിച്ചു വരേണ്ടി വന്നു. ആ സമയത്ത് മരണപ്പെടുമെന്നും പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നത് മയ്യത്തോടെ, ആ പൊന്നുമക്കൾ, ആ കുടുംബമൊക്കെ പൊട്ടിക്കരയുന്ന രംഗങ്ങളൊക്കെ നാം കണ്ടവരാണ്. അതുകൊണ്ട് എന്നും എപ്പോഴും എങ്ങനെ എവിടെ നിന്നറിയില്ല, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം നൽകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം നാം കളയാതിരിക്കുക. കാരണം മരണപ്പെട്ട ഖബറിൽ ഒറ്റപ്പെട്ടാൽ ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നാം ചെയ്ത അമലുകൾ മാത്രമാണ്. തിന്മയാണെങ്കിൽ ആ തിന്മയുടെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.